കേട്ടില്ല അച്ഛൻ പറഞ്ഞിട്ട് പോയത്? എന്നെ ഡിവോഴ്സ് ചെയ്യാനുള്ള നിങ്ങളുടെ ആഗ്രഹം നടക്കില്ല. നടന്ന കാര്യം ഞാൻ വിസ്തരിച്ച് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ അച്ഛൻ ഇപ്പൊ ഇവിടെ വീണ് ചത്തേനെ. ഇതും എന്റെ ദയായിട്ട് കണ്ടാ മതി. 7 വർഷത്തിന്റെ കണക്ക് ഞാനും അച്ഛനോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നീ ഇപ്പൊ ഇവിടെ നിന്ന് ഭാണ്ഡക്കെട്ട് എടുത്ത് പുറത്തു പോകേണ്ടി വന്നേനെ. നീ ഒന്ന് ഓർത്തോ, നീയുമായി ഒരുമിച്ച് എനിക്കൊരു ജീവിതം ഇല്ല ഇനി. സന്ധ്യ എന്റെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യും. ഇപ്പോ ഞാൻ അവിടെ ചെന്ന് അവളെ തല്ലിയതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അവളെ ഭാര്യയാക്കാൻ തീരുമാനിച്ച പിന്നെ നടക്കുന്നത് ചോരക്കളിയായിരിക്കും. അവളെ ഒന്ന് കുഴിച്ചു മൂടും ഞാൻ. ഹലോ, എന്താ അനഘേ? ഇവിടെ ആകെ പ്രശ്നമാണ് ഏട്ടത്തി. ഏട്ടത്തി എപ്പോഴാ തിരിച്ചു വരുന്നത്? അവിടെ എന്താ അത്രയ്ക്ക് വലിയ പ്രശ്നം? എനിക്ക് നാളെ വരാൻ പറ്റൂ. ഞാനിപ്പോ തന്നെ തിരിച്ചു വരാൻ മാത്രം അവിടെ എന്തുണ്ടായേ? നന്ദേട്ടൻ അവന്തികേച്ചയും അടിച്ചു ശരിയാക്കി. ഇങ്ങതാ ഞാൻ പറയാം. ചേച്ചി, പ്രശ്നം വേറൊന്നുമല്ല. നന്ദേട്ടനും സന്ധ്യ ഡോക്ടറും തമ്മിലുള്ള ബന്ധം തന്നെയാ പ്രശ്നം. അവന്തികേട്ടത്തി ഡോക്ടറുടെ വീട്ടിൽ പോയി അവരെ തല്ലി. പകരം നന്ദേട്ടൻ ഇവിടെ വന്ന് അവന്തികേട്ടത്തി തല്ലി. പിന്നെ അച്ഛനുമായിട്ട് സംസാരമായി. അയ്യോ, ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം നെല്ലിശ്ശേരിയിൽ നടന്നിട്ടില്ല. ചേച്ചി വന്നാലേ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റും. എനിക്കിപ്പോ എങ്ങനെ വരാൻ പറ്റുന്നേ? നാളെ രാവിലെ അല്ലേ ഇവിടുത്തെ ക്ഷേത്രത്തിലെ പൂജയും വഴിപാടും ഒക്കെ? അതെയോ? അത് കഴിഞ്ഞല്ലേ എനിക്ക് വരാൻ പറ്റൂ. ഞാൻ പറയാം ഏട്ടത്തി, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഏട്ടത്തി പോയ കാര്യം തീർത്തിട്ട് വന്നാ മതി. അവന്തിയുടെ എന്തിനാ സന്ധ്യ ഡോക്ടർ തല്ലിയത്? സന്ധ്യ ഡോക്ടറും നന്ദേട്ടനും കൂടി എവിടെയോ പോകുന്നത് കണ്ടെന്നോ, അതിനിടയിൽ വഴിയിലിറങ്ങി ഡോക്ടർ ഛർദ്ദിക്കുന്നത് ആരോ കണ്ടെന്നോ ഒക്കെ പറയുന്ന കേട്ടു. എന്തായാലും അത് കണ്ടവരാരായാലും 10 ഇരട്ടിയായിട്ട് കാര്യം അവന്തികേച്ചിയെ അറിയിച്ചിട്ടുണ്ട്. സന്ധ്യ ഡോക്ടർ ഗർഭിണിയാണെന്ന് പറഞ്ഞ് അവിടെ പോയി തല്ലിയെന്നാ പറയുന്നത്. ആ സമയത്ത് ഏട്ടത്തി അവരെ കണ്ടായിരുന്നോ? അവന്തികേച്ചി സംസാരത്തിനിടയിൽ ഏട്ടത്തിയും കുറ്റം പറയുന്നുണ്ടായിരുന്നു. എന്നെ എന്തിനാ കുറ്റം പറയുന്നേ? അതിന് ഞാൻ എന്താ ചെയ്തേ? ഞാനും സച്ചേനും കൂടി വീട്ടിലേക്ക് പോകുമ്പോ വഴിയിൽ വെച്ച് അവരെ കണ്ടു. അപ്പോ സന്ധ്യ ഡോക്ടർ വഴിയരികിൽ നിന്ന് ഛർദ്ദിക്കായിരുന്നു. ആഹാരം കഴിച്ച എന്തോ വയറ്റിൽ പിടിച്ചില്ലെന്നൊക്കെ പറഞ്ഞത്. അതിന് അവര് പ്രഗ്നന്റ് ആണെന്ന് ആരാ പറഞ്ഞേ? അവന്തികേച്ചിയെ വിളിച്ചു പറഞ്ഞവരായിരിക്കും. ഏഷ്യന് കയറ്റിക്കൊടുക്കാൻ ആളുകളെ ക്യൂ നിൽക്കുകയല്ലേ. ഇപ്പൊ ഞങ്ങൾ തിരിച്ചു വന്നാ നാളത്തെ പൂജയ്ക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. അത് മുടങ്ങും. അതുകൊണ്ട് നാളത്തെ പൂജ കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം അങ്ങോട്ട് എത്തിക്കോളാം. അതുവരെ അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ ആരും അനാവശ്യമായിട്ടൊരു വാക്ക് പോലും സംസാരിക്കരുത്, കേട്ടോ? ഞങ്ങളാരും ഒന്നും സംസാരിക്കാൻ പോകുന്നില്ല. ഏട്ടത്തി തന്നെ വന്ന് സംസാരിച്ചാ മതി. വെക്കട്ടെ ഏട്ടത്തി? ശരി. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ അപ്പൊ തന്നെ എന്നെ വിളിച്ച് അറിയിക്കണേ. ശരി ഏട്ടത്തി. സ്വാമിജി ഒന്ന് വിളിച്ചാലോ? ഇതുപോലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ആയുധം സ്വാമിജി തന്നെയാണ്. ഓം നമഃ ശിവായ. എന്താണ് മകളെ,
നിനക്കെന്തോ പ്രശ്നമുണ്ടെന്ന് നാം തിരിച്ചറിയുന്നു. ശരിയാണ് സ്വാമിജി, എനിക്കൊരു പ്രശ്നമുണ്ട്. അത് പരിഹരിക്കാൻ സ്വാമിജിക്ക് മാത്രമേ കഴിയൂ. നീ സഹായം ആവശ്യപ്പെട്ടപ്പോഴെല്ലാം നാം നിന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിനക്ക് എന്ത് സഹായമാണ് വേണ്ടത്? ആരാണ് നിന്റെ ശത്രു? എന്റെ ശത്രു സ്വാമിജിക്ക് അറിയാവുന്ന ആള് തന്നെയാ, അർച്ചന. പക്ഷേ ഇത്തവണ ഫോണിലൂടെയുള്ള ഉപദേശം മാത്രം പോരെ എനിക്ക്. പിന്നെ നിനക്ക് എന്ത് വേണം മകളെ? സ്വാമിജി നേരിട്ട് പ്രത്യക്ഷപ്പെടുക തന്നെ വേണം, അതും നാളെ രാവിലെ തന്നെ. ഇത്ര പെട്ടെന്നോ? ഒരു കാര്യം തീരുമാനിച്ച പിന്നെ അത് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല എന്നല്ലേ സ്വാമിജി എപ്പോഴും പറയാറുള്ളത്. ശരിയാണ്. നാം നാളെ രാവിലെ തന്നെ നിന്നെ കാണാൻ വരുന്നതാണ്. അങ്ങനെ വെറുതെ വന്നാൽ മാത്രം പോരാ. നാളെ രാവിലെ സ്വാമിജിയുടെ നെല്ലിശ്ശേരിയിലേക്കുള്ള വരവ് ഇവിടുന്ന് അർച്ചനെ കെട്ടുകെട്ടിക്കാൻ ഉറപ്പുള്ള ഒരു പദ്ധതിയായിട്ടായിരിക്കണം. അതിനുള്ള ദക്ഷിണ സ്വാമിജിയുടെ അക്കൗണ്ടിൽ ഇന്ന് രാത്രി തന്നെ എത്തും. സന്തോഷം മകളെ, എല്ലാം നാം ഏറ്റു. വിജയീ ഭവ. പുതിയ പദ്ധതിക്കായി നാം അല്പനേരം ധ്യാനിക്കട്ടെ. ശരി സ്വാമിജി. സ്വാമിജി അവളെ ഇവിടെ നിന്ന് പറപ്പിക്കും. മന്ത്രവും തന്ത്രവും കുതന്ത്രവും കൊണ്ട് സ്വാമിജി ഒരുക്കുന്ന മായാജാലത്തിൽ അവൾ ഈ നെല്ലിശ്ശേരിയിൽ നിന്ന് എന്നേക്കുമായി പുറത്തു പോകും. അവരെ കാണുന്നില്ലല്ലോ. ഇനി വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്റെ പൊന്നു മാഷെ, വെറുതെ ബാക്കിയുള്ളവരെ കൂടെ ടെൻഷൻ അടിപ്പിക്കല്ലേ. അവരിപ്പൊ ഇങ്ങെത്തും. നീ എന്തിനാ കൊച്ചിങ്ങനെ കരയുന്നേ? അവനൊന്നും പറ്റിയില്ലല്ലോ മോളെ. അവരവിടെ നിന്ന് ഇറങ്ങിയെന്നല്ലേ സച്ചി വിളിച്ചപ്പോ പറഞ്ഞത്. എന്നാലും പോലീസുകാർ അനൂപേട്ടന് എന്തെങ്കിലും... പോലീസുകാരെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്തവരാണോ? ദേ, ആവണിമോള് വരാൻ സമയായി. നീ ഇങ്ങനെ വെറുതെ കിടന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കല്ലേ കൊച്ചേ. നെല്ലിശ്ശേരിയിലെ കാര്യം എന്തായി മോളെ? അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. നാളെ പൂജ കഴിഞ്ഞാൽ ഉടനെ തന്നെ തിരിച്ചു പോണം. അനുപേട്ട, അനുപേട്ട, എന്തിനാ ഇങ്ങനെ കരയുന്നേ? എനിക്കൊന്നും പറ്റിയില്ലല്ലോ. എന്നാലും ഞാനാകെ പേടിച്ചു പോയി. അനുപേട്ടന് ആക്സിഡന്റ് പറ്റിയെന്ന് കേട്ടപ്പോ എന്റെ ജീവൻ അങ്ങ് പോയി. ആ വിളിച്ചു പറഞ്ഞ പയ്യന് അബദ്ധം പറ്റിയതാ. മോനെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ആ, ഒരു കുഴപ്പമില്ല സാർ. കൃത്യസമയത്ത് തന്നെ സച്ചി വക്കീലിനും കൊണ്ട് അവിടെ എത്തി. അല്ല, സത്യത്തിൽ എന്താ സംഭവിച്ചത്? ആരെയാ വണ്ടി അടിച്ചത്? അത് വണ്ടി ഓടിക്കുമ്പോ ശ്രദ്ധിച്ചോടിക്കണ്ടേ മോനെ? അമ്മേ, അനുപേട്ടന്റെ ശ്രദ്ധക്കുറവുകൊണ്ടല്ല ഇതൊക്കെ സംഭവിച്ചത്. അനുപേട്ടൻ പതുക്കെ തന്നെയാ വന്നത്. നല്ല സ്പീഡും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അപകടം ഇതാകുമായിരുന്നില്ല. ആരാ പെൺകുട്ടി? അവക്ക് എങ്ങനെയുണ്ട്? അതിനെക്കുറിച്ചൊന്നും ഞാൻ അന്വേഷിച്ചില്ല. വക്കീലൊരാളെ അന്വേഷിക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മോനെ, ഇനി ഇത് വലിയ കേസായി മാറുമോ? നമ്മുടെ വണ്ടിയുടെ ബുക്കും പേപ്പേഴ്സൊക്കെ കറക്റ്റാണ്. ഇൻഷുറൻസും ഉണ്ട്. പിന്നെ ഇത് അനുപേട്ടൻ അങ്ങോട്ട് ചെന്ന് ഇടിച്ചതല്ല. ഫോൺ ചെയ്തുകൊണ്ട് ശ്രദ്ധിക്കാതെ റോഡ് ക്രോസ് ചെയ്യാൻ എടുത്തു ചാടിയതാ ആ പെൺകുട്ടി. പിന്നെ ആ പെൺകുട്ടിക്ക് സാരമായ പരിക്കുണ്ട്. ഓടിക്കൂടി ഒരു അപ്പം തന്നെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസം ജോത്സ്യൻ ഇവരോട് പറഞ്ഞതാ സൂക്ഷിക്കണമെന്ന്. അതൊക്കെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ വളരെ സാവധാനം വന്നത്. ആ പെൺകുട്ടി റോഡിന്റെ സൈഡിൽ കൂടെ നടന്നു വന്നിട്ട് പെട്ടെന്ന് എടുത്ത് ചാടി റോഡിന്റെ നടുക്ക് കാറിന്റെ ഫ്രണ്ടിലേക്ക് വന്നു.
സൂക്ഷിക്കണമെന്ന് ഏത് ജോത്സ്യനെ അമ്മ പറഞ്ഞത്? മോളെ അത് അങ്ങനെയല്ല. അത് പിന്നെ കഴിഞ്ഞ ദിവസം നിന്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ജോത്സ്യന്റെ അടുത്ത് പോയിരുന്നേ. അങ്ങേരെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. നീ ഗർഭിണിയാകുന്നതോടുകൂടി ഈ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. അമ്മാവന് ജയിൽവാസത്തിന് യോഗം ഉണ്ടാവുന്നൊക്കെ അന്ന് ജോത്സ്യം പറഞ്ഞായിരുന്നു. കമല, നീ എന്തൊക്കെയായി പറയുന്നേ? അ- മോളെ, നീ ഇവര് പറയുന്നതൊന്നും കാര്യമാക്കണ്ട. ഏതോ ജോത്സി എന്തോ പറഞ്ഞെന്ന് കരുതി അതിപ്പോ ഇവിടെ എഴുന്നള്ളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അമ്മ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നത്? എടാ ഏതെങ്കിലും ജോത്സ്യം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതുവരെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? വെറുതെ കുറെ ജോത്സ്യന്മാരും അവർക്ക് കാശ് കൊടുക്കാൻ അമ്മയെ പോലെ ചില അന്ധവിശ്വാസികളും. ആ മതി മതി, എല്ലാരും സംസാരിച്ച്. ആ മോളെ മീരെ, മോളൊരു കാര്യം ചെയ്യേ, അനൂപിനെയും കൊണ്ട് മുറിയിലേക്ക് ചെല്ലേ. ഇത്രയും നേരം ഇവൻ പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ട് വന്നതല്ലേ? ചെല്ലേ, പോ. മോളെ, നിങ്ങൾ റൂമിലേക്ക് ചെല്ലും. നിനക്കെന്താ വല്ല പ്രാന്തമുണ്ടോ? ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണോ ഈ കാര്യം പറയുന്നത്? അത് ഞാനത് മനഃപൂർവ്വം പറഞ്ഞതല്ല. പെട്ടെന്ന് അതങ്ങോട്ട് മനസ്സിലോട്ട് കയറി വന്നു, അതുകൊണ്ട് പറഞ്ഞു പോയതാ മാഷേ. അനവസരത്തിൽ ഇതുപോലുള്ള വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ശരിയായി കളയും. അച്ചു ഇപ്പൊ എന്ത് വിചാരിച്ചു കാണും? ഒരു വിഷമത്തിൽ നിന്ന് മാറി വരുമ്പോ അടുത്ത ഒരെണ്ണം അവളുടെ തലയിലേക്ക് കൊണ്ടുവരിക. ഞാനതൊന്നും അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല മാഷേ, അതങ്ങ് സംഭവിച്ചു പോയതാ. ജോത്സ്യൻ നമ്മളോട് ഇക്കാര്യം പറഞ്ഞു. അനൂപ് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവനും ഇതറിഞ്ഞു. ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി ഒരു പ്രാവശ്യം കൂടി നിന്റെ നാവിൽ നിന്ന് വന്നാലുണ്ടല്ലോ, മനസ്സിലായോ? മനസ്സിലായി മാഷേ. അതെ, ഞാൻ ചെന്നവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഏട്ടത്തി, സ്നേഹേ, അവിടെ എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏട്ടത്തി നാളെ സമാധാനത്തോടെ വന്നാ മതി. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് അറിയിക്കണേ. ഉടനെ തന്നെ ഞാൻ അവിടെ എത്തിക്കോളാം. നന്ദേട്ടൻ അവിടെ ഉണ്ടോ? അതോ പുറത്തേക്ക് വല്ലതും പോയോ? പുറത്തു പോയെന്നാ തോന്നുന്നേ. ഞാൻ അവിടെ എങ്ങും കണ്ടില്ല. അവന്തി എടുത്തിയോ? ഏട്ടത്തി ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അവർക്കിതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ആർക്കെങ്കിലും നേരെ എന്തെങ്കിലുമൊക്കെ പാരയായിട്ട് ഇവിടെ എവിടെയെങ്കിലും നടപ്പുണ്ടായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഏട്ടത്തിയെ വിളിക്കാം. ശരി, നീ വിളിക്ക. എന്താടോ, എന്തത്ര വലിയ ആലോചന? താനിപ്പോ ആരെ വിളിച്ചേ? ഞാൻ സ്നേഹിയെ വിളിച്ച് അവിടുത്തെ കാര്യങ്ങളൊന്ന് അന്വേഷിച്ചതാ. തനിക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോ, എന്താ കാര്യം? എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് സച്ചേട്ടാ. അനുപേട്ടന്റെ കാര്യം ആലോചിച്ചിട്ടാണോ? അതൊന്നും സാരമില്ല, എന്തു വന്നാലും നമുക്കതിനെ നേരിടാം. ഞാൻ ഗർഭിണിയായതിന്റെ ദോഷം കൊണ്ടായിരിക്കും ഇതൊക്കെ. താൻ ഇത്രയ്ക്ക് അന്ധവിശ്വാസിയാണോ?
ആകെ അങ്ങനെ കാര്യം പറയുന്നത് ആ അവന്തികടത്തി മാത്രമാ. അത് പിന്നെ വാ പോയ കോടാലിയ. താനത് കാര്യമാക്കണ്ട. അതല്ല സച്ചേട്ടാ, എനിക്കിതൊന്നും അങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. നമുക്ക് നാളെ രാവിലെ തന്നെ തിരിച്ചു പോണം. പോവാനോ? 2 ദിവസം ഇവിടെ നിൽക്കാനല്ലേ നമ്മൾ വന്നത്? 2 ദിവസം ഇവിടെ നിൽക്കുന്നത് എനിക്ക് സന്തോഷം തന്നെയാണ്. പക്ഷേ നമ്മളിവിടെ നിന്നാ നെല്ലിശ്ശേരിയിൽ അത് വലിയ കുഴപ്പങ്ങൾക്ക് കാരണമാവും. എന്ത് കുഴപ്പം? സച്ചേട്ടാ, ഞാൻ സച്ചേട്ടനോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നന്ദേട്ടനും അവന്തികടത്തിയും തമ്മിലാ പ്രശ്നം ഉണ്ടായത്. എന്ത് പ്രശ്നം? അത് ചെറിയൊരു പ്രശ്നമല്ല. നന്ദേട്ടൻ അവന്തികടത്തിയെ തല്ലുന്നത് വരെ എത്തിയ കാര്യങ്ങൾ. സത്യത്തില് എന്താ ഇപ്പൊ ഉണ്ടായത്? നമ്മള് വരുന്ന വഴിക്ക് സന്ധ്യ ഡോക്ടറെയും നന്ദേട്ടനെയും കണ്ടില്ലേ? ആ, അവിടെ വെച്ച് സന്ധ്യ ഡോക്ടർ വൊമിറ്റ് ചെയ്തത് ഗർഭിണി ആയതുകൊണ്ടാണെന്നും പറഞ്ഞ് അവന്തികടത്തി ആരോ തെറ്റിദ്ധരിപ്പിച്ചു. അവന്തികടത്തിയും സന്ധ്യ ഡോക്ടറെ വീട്ടിൽ പോയി തല്ലി. അതറിഞ്ഞിട്ട് നന്ദേട്ടൻ അവന്തികടത്തിയെ തിരിച്ചു തല്ലി. ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം എനിക്കതിന് സാധിക്കില്ല. അച്ഛൻ്റെ മനസ്സ് വിഷമിക്കുന്ന ഒരു കാര്യത്തിനും എനിക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല. താൻ പറയുന്ന കേട്ടിട്ട് എനിക്കും പേടി തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, രാവിലെ തന്നെ പോവാം. ഒരു ചെറിയ അവസരം കിട്ടിയാൽ പോലും നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് അവന്തികടത്തി നെല്ലിശ്ശേരി വീടിനെ ഒരു യുദ്ധക്കളമാക്കി മാറ്റും. അതനുവദിക്കാൻ എനിക്ക് പറ്റില്ല. നാളെ സ്വാമിജി വരും. അപ്പോ അർച്ചനയുടെ കാര്യത്തിൽ മാത്രം ഒരു തീരുമാനമാക്കിയാൽ പോരാ. ധനുഷിന്റെ സ്നേഹയുടെ കാര്യത്തിലും ചില തീരുമാനങ്ങൾ ഉണ്ടാക്കണം. അവനിപ്പോ അവളെ വല്ലാതങ്ങ് സ്നേഹിക്കുകയാണല്ലോ. അത് സ്വാമിജിയോടൊന്ന് വിളിച്ചു പറഞ്ഞാലോ? സ്നേഹയുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ കാര്യം വെച്ച് എന്തെങ്കിലും ഒരു പദ്ധതി പ്ലാൻ ചെയ്യാൻ സ്വാമിജിയോട് പറയാം. ഇതെന്താ ഇവന്റെ കയ്യില്? അതുകൊണ്ട് റൂമിലേക്കാണല്ലോ. ഇന്നലെ മസാല ദോശ കൊടുത്തതുപോലെ ഗർഭിണിക്ക് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാവും. ഇത്രയ്ക്ക് പെൺകോന്തനായി പോയോ ഇവൻ? എന്താ ഇത് ഒരു സ്പെഷ്യൽ ഐറ്റമാ. ഗർഭിണികൾക്ക് വളരെ നല്ലതാ. ഇതെന്താണെന്ന് ഗസ് ചെയ്യാമോ? കഴിഞ്ഞ ദിവസം എന്നോട് വേണമെന്ന് പറഞ്ഞൊരു ഐറ്റം ആണ്. ഓ മനസ്സിലായി. എങ്കിൽ തന്നെ നോക്കട്ടെ. തരാം, ധൃതി പിടിക്കാതെ. എന്താന്ന് പറ. ഇത് നല്ല തേൻ മധുരമുള്ള മാമ്പഴം. വായിൽ വെച്ച് അലിഞ്ഞു പോവും. ഇരുന്ന് വർത്താനം പറഞ്ഞ് ഇങ്ങോട്ട് താ. എനിക്ക് കൊതിയാവുന്നു. ഞാൻ തരാം. ഒരു കഷ്ണം കൊടുത്ത. അതെ, ഒരു കാര്യം ചെയ്യാവോ? എന്താ? ഇനി വേറെ വല്ല ആഗ്രഹമുണ്ടോ?
എനിക്ക് ഈ മാമ്പഴം ഒരു ജ്യൂസ് ആക്കി തരാവോ? ഹ, പിന്നെന്താ, ജ്യൂസാക്കി തരാലോ. എന്നാ കൊണ്ട് ജ്യൂസ് ആക്കി കൊണ്ടുവാ. ബുദ്ധിമുട്ടില്ലല്ലോ? ഗർഭിണിയായി എന്റെ ഭാര്യയ്ക്ക് വേണ്ടി എത്ര ബുദ്ധിമുട്ടാനും ഞാൻ തയ്യാറാ. പകരം നീ ഒരു പൊന്നുണ്ണിയെ പ്രസവിച്ചു തന്നാ മതി. ഓഹോ, എന്നിട്ട് ഞാൻ അതിനെ പൊന്നുപോലെ വളർത്തും. ആൺകുഞ്ഞിനെ വേണോ അതോ പെൺകുഞ്ഞിനെ വേണോ? ആണായാലും പെണ്ണായാലും എനിക്കൊരു കുഴപ്പമില്ല. അച്ഛന്മാർക്ക് പൊതുവെ പെൺകുട്ടികളോടാ ഇഷ്ടം, ഉം, എന്നാ അമ്മമാർക്ക് തിരിച്ചു. അതൊക്കെ പണ്ടത്തെ കാലത്ത്. ഇപ്പോ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഒരുപോലെയാ. ചില കാര്യത്തില് ആൺകുട്ടികളെക്കാളും നല്ലത് പെൺകുട്ടികളാ. അതെന്താ? ഭാര്യമാരുടെ വാക്ക് കേട്ട് ചില ആൺമക്കൾ ചെയ്യുന്നത് പോലെ എല്ലാ പെൺമക്കളും അവരുടെ അച്ഛനമ്മമാരെ വയസ്സുകാലത്ത് വഴിയിൽ ഇറക്കി വിടില്ല.